അതുകൊണ്ട് നാളെ തന്നെ എറണാകുളത്തിന്റെ മൈനത്തിൽ കണ്ട് ആ കാശ് എത്രയാണെന്ന് അത് മേടിച്ചു കൊണ്ടുപോയിട്ട് കടം തീർക്കണം. ഞാൻ പറഞ്ഞു ഞാൻ നോക്കില്ല, വെറുതെ എന്നാലും ഞാൻ എന്താ കാര്യം, ഞാൻ മേടിക്കാത്ത കാശാണ്. ഓ ആശ്വാസം. ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ജേക്കബ് അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ പറഞ്ഞു ഈ പരിപാടി കണ്ട ലാൻഡ്ലോഡ് വിളിച്ചു, ഇതെന്താണ് സംഭവം, അവൻ കാര്യങ്ങൾ എങ്ങനെയാണ്. വേറെ കാര്യമുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്ലാറ്റിലേക്ക് മാറി. ഞങ്ങളുടെ തറവാട് വേണം. ആലുവപ്പുഴ തീരത്ത് ഒരു ഏക്കറില് 10-15 മുറികളുള്ള വലിയൊരു വീടാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കിട്ടിയാ ഭയങ്കര കാര്യമാണ്. ഞാനൊരു പ്രകൃതിസായതിനും തുടങ്ങും. എന്നാ നാളെ രൂപ ചെന്നു 5000 രൂപ വാടകയ്ക്ക് ആ സ്ഥലവും വീടും കൂടെ ഇനി പ്രകൃതി ഉത്സാഹം തുടങ്ങണം. അപ്പൊ അതിനവിടെ കോളേജ് നടത്തിയിരുന്ന അറബി കോളേജ് നടത്തിയിരുന്ന 2 ഹാള് വീടുകളുണ്ട്. വന്ന് കണ്ട എന്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു എന്ത് ചെയ്യാനാണ്, 5000 രൂപ വാടക മാസം കൊടുക്കണ്ടേ, ഇതെങ്ങനെ നടക്കും. പക്ഷെ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. എടുത്ത് ചാടലാണ്, എടുത്ത് ചാടി വിജയ് മാർക്കറ്റിംഗ് സർവേ എല്ലാം നടത്തി ഇതിന്റെ പോസിബിലിറ്റി എന്താണെന്നൊക്കെ നോക്കാണ്ട് ബിസിനസ്സിന് ഇറങ്ങരുത്. ഇവിടെ ഒരു സർവേ ഇല്ല. ഇത് ചെയ്ത് വിജയിപ്പിക്കുക ഒരു ആവശ്യമാണ്. ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു ചലഞ്ചാണ്. ചാടുക. 2 മാസത്തിനുള്ളിൽ സ്ഥലം പോരാതെ. കാരണം പ്രമേഹം മാറിപ്പോകുന്നു, ആളുകൾ ആർത്രൈറ്റിസ് മാറിപ്പോകുന്നു, കോൺസ്റ്റിപ്പേഷൻ, വരുന്ന രോഗികളെല്ലാം സുന്ദരമായിട്ട് സന്തോഷമായിട്ട് പോയി കൂടുതൽ ആളുകൾ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളിടയ്ക്ക് ചില സൗജന്യ ക്യാമ്പുകൾ നടത്തിയതോടെ അതിനെക്കുറിച്ചും കുറച്ച് പത്രക്കാരൊക്കെ എഴുതിയതോടുകൂടി അന്തരീക്ഷം. അപ്പൊ എനിക്കുണ്ടായ ഏറ്റവും വലിയ തകർച്ചയിലാണ് ഈ ഒരു നേട്ടം. ഞങ്ങളോട് പിടിച്ചു തന്നു. ഞാൻ പതിനില്ല, കാരണം എനിക്ക് എന്നെ അറിയില്ല. ആര് ഈ ലോകം മുഴുവൻ എന്നെ കടന്നു വിളിച്ചാലും ഞാൻ പതിനില്ല. ആ ഒരു സത്യത്തിന്റെ തീഷ്ണതയിൽ നിൽക്കാൻ ഗാന്ധി മാർഗ പ്രവർത്തനത്തിന്റെ ബന്ധനെ പോലുള്ള ഒരു ആചാര്യനെ കിട്ടിയതിന്റെ കരുത്തിരിക്കുന്നുണ്ട്. അത് എറണാകുളത്തേക്കുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് മാറി. അവിടെ നിന്ന് നമുക്ക് കേരളത്തിൽ 7-9 ഹോസ്പിറ്റലിൽ 3 അരുവിയോട്ടം ഉണ്ടായിരുന്നു. ആ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തായ്ലാൻഡ് ഏതാണ്ട് 8 രാജ്യങ്ങളിൽ ക്യാമ്പുകൾ. തായ്ലാൻഡിൽ മിക്കവാറും 3 മാസം കൂടുമ്പോൾ 7 ദിവസത്തെ ക്യാമ്പ്, 15 ദിവസത്തെ ചികിത്സ ക്യാമ്പുകൾ. ലോകത്ത് ഏത് രാജ്യത്തിന്റെ പേരുകൾ പറഞ്ഞു ആ രാജ്യത്ത് നിന്ന് 1-2 പേരെങ്കിലും എന്റെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഇവിടെ വന്ന് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ താമസിക്കുന്നത്. അപ്പോൾ വേറെ രീതിയിൽ ഞാനതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇപ്പോഴും സാധിക്കും. മറ്റൊരു തരത്തില് എന്താ ഈ പ്രകൃതി ചികിത്സ, ഞാൻ പ്രകൃതി ചികിത്സ പറയുന്ന സമയത്ത് സാർവർക്ക് ഇതിനോട് പുച്ഛമായിരുന്നു. ചുമ്മാ പ്രായോഗികമായിട്ട് ചികിത്സ ആരും ചെയ്യുന്നു. ആ ഒരു സാധനത്തെ, ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് കേരളത്തിൽ എവിടെ പോയി നമ്മൾ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാലും കൊണ്ട് പറ്റുമെന്ന് തോന്നാനില്ല. പ്രോഗ്രസ് ആണ്, കാര്യങ്ങളോടാ നല്ല വകയാണ്. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, എനിക്ക് നോൺ വെജ് ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് എങ്കിലും ഈ ആശയത്തെ എത്തിക്കാനും കേരളത്തിൽ ഏത് ജില്ലയിൽ പോയാലും ഏത് പഞ്ചായത്തിൽ പോയാലും ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകര് വരുമാനം നോക്കിയിട്ടല്ല, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു സംഘത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത്, ഈ പ്രവർത്തനത്തിൽ എഴുതി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ്. എന്റെ പ്രോഫിറ്റ്, ഞാൻ പ്രോഫിറ്റായിട്ട് കാണുന്നത് പണത്തെ അല്ല, മറിച്ച് ജനങ്ങളിൽ ഉണ്ടാകുന്ന ഈ മാറ്റത്തെ. എൻ്റെ ഒരു പ്രയോറിറ്റി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വരാൻ, നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളിൽ എത്ര പേരാണ് സമൂഹത്തിന് അത്യാവശ്യമുള്ള മേഖലകൾ ഡെവലപ്പ് ചെയ്തെടുത്ത് സമൂഹത്തിന്റെ ദുരിതം മാറ്റുന്നവരായി തീരുന്നതെന്നും എത്ര പേരാണ് സമൂഹത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങളുടെ ഇന്റലിജൻസ് കൊണ്ടും നിങ്ങളുടെ മാർക്കറ്റിംഗ് ടെക്നിക്സ് കൊണ്ടും സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ച് സമൂഹത്തിന്റെ ദുരിതമായി തീരുന്നതെന്ന് എനിക്കറിയാം. 2 തരത്തിലുള്ള ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വാങ്ങുന്നവൻ വാങ്ങുന്നവർ മുടിയുമല്ലോ, വിൽക്കുന്നവനല്ലേ നന്നാവുള്ളൂ. 2 പേരും കൂടെ ഒരുമിച്ച് നന്നാവില്ലല്ലോ. ഉള്ള കല്ല്, കുപ്പിച്ചില്ല്, തകരപ്പാട്ട സാധനങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് വിറ്റ്
ഇതൊക്കെ ഭയങ്കര സാധനമാണ്. ഇതങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട് ഭയങ്കരമായി, ഇല്ലാത്ത വീട് ഒന്നിനും കൊള്ളില്ല, ഒട്ടമ്മയുടെ അഭിമാനം, അയൽക്കാരുടെ അസൂയ ഉണ്ടാക്കി ജീവിക്കണം എന്നൊക്കെ നാട് മുഴുവൻ കുട്ടിച്ചൊറാക്കുന്ന ബിസിനസ് നമുക്ക് നടത്താം. അതല്ല, ഞങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ സുന്ദരമാക്കാൻ സാധിക്കുന്ന, മനുഷ്യ ജീവിതത്തെ അല്പം കൂടെ പുരോഗമിപ്പിക്കാവുന്ന ബിസിനസ്സുകളിലേക്കും പോവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ, ധീരത അതിലേക്ക് ചേർക്കാൻ സാധിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രകൃതിയെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് എപ്പോൾ വേണമെങ്കിലും വരാം. അവിടെ എല്ലാ മാസം 8-ാം തീയതി ഞങ്ങൾ പ്രകൃതി ചികിത്സ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സെമിനാറുകൾ നടത്തുന്നുണ്ട്, ആശയം പഠിക്കാൻ. അല്ലെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് വന്ന് അവിടെയുള്ള ഡോക്ടേഴ്സുമായിട്ട് കാണാം, പേഷ്യൻസ് ആരുമായിട്ടും കയറി കണ്ട് സംസാരിക്കാം. നമ്മളൊരു വ്യത്യാസമല്ല, ഏത് പേഷ്യന്റിനോടും എങ്ങനെയുണ്ട്, എനിക്കിങ്ങനെ ഒരു ആസ്മയുടെ പ്രോബ്ലം ആസ്മ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് ഇരിക്കുന്നവരായിട്ട് സംസാരിക്കാം. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോയവരുടെ ഫോൺ നമ്പർ കിട്ടും, അവരായിട്ട് സംസാരിക്കാം. ലോകത്ത് ഒരു ആശുപത്രിയിലും ഇതാ ഞങ്ങളുടെ ചികിത്സ കഴിഞ്ഞവരുമായിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ, നിങ്ങളെ തുറന്ന് അവരിലേക്ക് വിടില്ല. ഒരു ചികിത്സകനും നിങ്ങളുടെ രോഗത്തിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഗുളിക ആഹാരത്തിന് മുമ്പും കഴിച്ചു. ഞങ്ങളടുത്ത് അതല്ല. എന്തുകൊണ്ടാണ് നമുക്ക് തലവേദന? രാവിലെ പോയി ഞാൻ വൈകിട്ട് വരെ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുകയാണ്. അപ്പൊ തലവേദന ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ച് അങ്ങനെ റിലാക്സ് ഉള്ള തലയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പാവം തല എന്ത് ചെയ്യുക. അപ്പൊ റിലാക്സേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് ആവശ്യം. എങ്ങനെയാണ് ഈ ജോലിയിൽ നിന്ന് ഒളിച്ചോടാനും പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് റിലാക്സ് ചെയ്യാൻ സാധിക്കും? ആദ്യത്തെ ഒരു കാര്യം, ഈ IT മേഖലയിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ബോഡി ടെമ്പറേച്ചർ കൂടുതലാണ്. ബോഡി ടെമ്പറേച്ചർ, ഓവർ ഹീറ്റഡ് ബോഡി എന്നുള്ളതാണ് പ്രോബ്ലം. അതിനാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. ആ ടെമ്പറേച്ചർ അല്പം കൂടി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തലവേദന, പെട്ടെന്ന് ക്ഷീണം, ഉറങ്ങി എഴുന്നേക്കാൻ പ്രയാസം, ഒരു കപ്പ് കാപ്പി കിട്ടിയില്ലെങ്കിൽ ഉന്മേഷം ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള പല ഗതികേട്, പതുക്കെ കോൺസ്റ്റിപ്പേഷൻ. ആ കോൺസ്റ്റിപ്പേഷനിൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ മോശമാവല്, നടുവേദന, പടലുവേദന, കണ്ണിന്റെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ കണ്ണ് പെട്ടെന്ന് കൂടി. അപ്പോ ആ ബോഡി ടെമ്പറേച്ചർ എന്തുകൊണ്ട് കൂടി? ആ ബോഡി ടെമ്പറേച്ചർ കുറയാവുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് കർഷകൻ തിന്നുന്ന തീറ്റ IT മേഖലയിൽ നിന്ന് തിന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണം? എല്ലും നുറുങ്ങി പണിയെടുത്ത് വേർത്ത് പോകുന്ന ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം ഈ AC റൂമിനുള്ളിലിരിക്കുന്ന ഒരാൾ കഴിച്ചാൽ തട്ടിപ്പോവും, വലിയ താമസമില്ലാണ്ട് തട്ടിപ്പോവും. എന്നാ പോഷക ഭക്ഷണം നമ്മൾ കഴിക്കണ്ടേ? പോഷക ഭക്ഷണം കഴിക്കണം. ഭാഷാണ ഭക്ഷണം എന്ന് കഴിക്കുന്നത്. ഇന്ന് നമുക്ക് കിട്ടുന്ന ആധുനിക ഭക്ഷണ സാധനങ്ങള് ഫാൻസി ഡ്രസ്സാണ്. മൈദ, പഞ്ചസാര, കെമിക്കൽ കളറ്, emulsifier, acid regulator, leavening agent, froth treatment agent, dose conditioner, then antioxidant, improver 9-4A, potassium bromate. ഇതെല്ലാം കൂടി ചേർത്ത് തരുന്ന ബിസ്ക്കറ്റും ചോക്ലേറ്റും പിന്നെ കുറെ സാധനത്തിന്റെ പേരുണ്ടല്ലോ, ഹോട്ട് ഡോഗ് തിന്നുന്ന ഒക്കെ ഡെഡ് ഡോഗ് ആകുക. ഈ ആധുനിക ഭക്ഷണങ്ങളിൽ ഇപ്പൊ ബേക്കറി ഇരിക്കുന്ന സാധനം എല്ലാം മൈദയുടെ ഫാൻസി ഡ്രസ്സാണ്. നമ്മുടെ വിചാരം നമ്മൾ ഓരോന്നും പല ഐറ്റംസ് തിന്നുന്നതാണ്. തിന്നുന്നതെല്ലാം മൈദയാണ്, ഒരു കാര്യമില്ല. അപ്പോ ആ ഭക്ഷണത്തിന്റെ ഒരു തലം ശരീരം തണുപ്പിക്കുന്ന, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാത്ത, അതിന് വളരെ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ വലിയ വ്യത്യാസം, ആരോഗ്യരഹിതം ഉണ്ടാവും. നിങ്ങൾക്ക് ജോലി ചെയ്യാം. അതേസമയം നിങ്ങൾ ദിവസേന അരമണിക്കൂർ, ഏറ്റവും മേലുള്ള ഒരു അരമണിക്കൂർ യോഗ ചെയ്യാം. ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് യോഗ. അരമണിക്കൂർ യോഗ ചെയ്യാതെ 10 കൊല്ലത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ആരോഗ്യം കൊണ്ട് ജീവിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് ചമ്പക്കര വരുമ്പോൾ അവിടെ നേച്ചർ ലൈഫ് ചമ്പക്കര സ്റ്റോപ്പിൽ തന്നെ നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ ഉണ്ട്. നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലും പുല്ലേപ്പടിയിലും അധികം വിസിബിൾ അല്ലാത്ത രീതിയിൽ അരിയുണ്ട്. കണ്ടുപിടിക്കണം, തപ്പി കണ്ടുപിടിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യമുണ്ട്? So let's have a big question answer for the three of you. All three of you, can take questions. Yeah. Yes.
anybody who has any questions related to It's not to Mr. Dr. Jacob. Actually, how long you are running this business, this hotel industry? 1996 onwards. So can you share your experience to expand from one moment to another location? What is your obstacles in front of you? Do you have any? Can you share that? At present, the availability of the staff dedicated. ഞങ്ങൾക്ക് പോയിരിക്കുന്ന ആൾ പറ്റില്ല, ഇറച്ചി തിന്നുന്നവർ പറ്റില്ല, ചായ കുടിക്കുന്നവരൊന്നും പറ്റില്ല. ഇതെല്ലാം പറ്റുന്നവർക്ക് തന്നെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഏറ്റവും വലിയ പ്രയാസം കേരളത്തിൽ നമുക്ക് മറ്റുള്ള ഒരാളെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് വലിയ പരിമിതിയാണ്. അത് കൂടുതൽ മോശമാകുമ്പോൾ ഒന്ന്. അതേസമയം വലിയൊരു സാലറി അത് കൊടുക്കാവുന്ന ഫേമുകളിൽ ആ വിഷയം വരുന്നില്ല. നമ്മളെപ്പോലുള്ള ചെറിയ തുടക്കക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രയാസം നമുക്ക് ജോലി ചെയ്യാൻ സഹപ്രവർത്തകരെ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വേറെ തരം നമ്മൾ കാണുന്ന വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് 9 പേരാണ് ഈ രംഗത്തേക്ക് വന്നത്. ഭക്ഷണക്രമമെല്ലാം പാലിക്കുന്ന 9 പേര്. എൻ്റെ ഭാര്യയുടെ അച്ഛനൊരു 4 ബേക്കറി നടത്തിയിരുന്നാണ് ബാലുശ്ശേരി, കോഴിക്കോട്. നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് അമ്മായി ചെറുതായി ജോലി വിളിച്ചാൽ ബേക്കറി നടത്തുകയാണെന്ന് പറയേണ്ടി വരുന്നത്. പക്ഷെ ഞാനതൊന്നും പറഞ്ഞില്ല. അദ്ദേഹം തന്നെ അത് കൂട്ടിയിട്ട് പ്രകൃതി ചികിത്സാ രംഗത്തേക്ക് ഹോസ്പിറ്റലിന്റെ മേൽനോട്ടത്തിലേക്ക് വന്നു. അമ്മ വന്നു. എൻ്റെ വൈഫ് ഡോക്ടർ സൗമ്യയുടെ സിസ്റ്റർ ആള് ആയുർവേദ കോഴ്സിന് ഞാൻ പറഞ്ഞിട്ട് പോയി, BSc കഴിഞ്ഞിട്ട്. എൻ്റെ സിസ്റ്റർ ഷൈനിയുടെ ഹസ്ബൻഡ് മാനേജ്മെന്റ് കാര്യങ്ങൾക്ക് വന്നു. എൻ്റെ ബ്രദർ പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള ചാർജ് എടുത്തു. അയാളുടെ വൈഫ് അതിലേക്ക് വന്നു. അപ്പൊ നമ്മള് പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മളുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യും. പിന്നെ അരുവി ഹോട്ടൽ, ഇപ്പൊ ഞാൻ വേറൊരു കാര്യം വാസുദേവ് പറഞ്ഞില്ല, ഞാനിപ്പോ ഇതിനൊക്കെ വളരെ സ്വസ്ഥമാണ്. അരുവി എൻ്റെ കൂടെ 10 കൊല്ലം ഡെഡിക്കേറ്റഡ് തന്ന ഒരു സഹപ്രവർത്തകരുണ്ട്, ചന്ദ്രൻ. ഞാൻ ഒരു ദിവസം ചന്ദ്രനോട് ചോദിച്ചു, ചന്ദ്ര ഹോട്ടലിൽ 3 തനിക്ക് ഞാൻ വിട്ടു തരികയുള്ളൂ. എനിക്ക് തരണ്ട, അങ്ങനെ പറയണ്ട, തനിക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു, ഞാൻ നടത്തുക. ലാഭം വല്ലതും ഉണ്ടെങ്കിൽ പകുതി തന്നാൽ ഞാൻ ഈ പ്രവർത്തനത്തിന് ഉപയോഗിച്ചോളാം. ചന്ദ്രൻ എറണാകുളത്ത് 3 ഹോട്ടലിൽ വിട്ട് കിട്ടിയിട്ട് പറയണത് ജയകേട്ടന്റെ പേരിൽ ഞാൻ നടത്തിക്കോളാം. അങ്ങനെയുള്ള കുറെ പ്രവർത്തകർ എനിക്കുണ്ട്. ഇപ്പോ ഹോസ്പിറ്റലുകളുടെ കാര്യങ്ങൾ ഞാൻ ഓരോരുത്തരെ അവിടെയുള്ള നല്ല സ്റ്റാഫുകളെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം. Any mantra is to build a team. നമ്മുടെ സ്നേഹവും അവരോടുള്ള പരിഗണനയും. അതേസമയം എനിക്ക് ഐശ്വര്യം കയറി കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഞാൻ ഏട്ടവും മലവും നോക്കാതെ ഫയർ ചെയ്യും. പക്ഷെ അവർക്കും അറിയാം അതിന്റെ ഒരു ആദർശ നിഷ്ഠയൊക്കെയാണ്. പക്ഷെ എന്നാലും അവരുടെ വീട്ടിലൊരു ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് തിരക്കെന്തെങ്കിലും ഞാൻ പോകും. അവർക്ക് എന്തെങ്കിലും പ്രയാസം പറ്റിയാൽ അങ്ങനെ ഒരു കുടുംബം എന്നുള്ളൊരു സങ്കല്പം ഞാൻ ഉണ്ടാക്കി. കാരണം ഞങ്ങളൊരു IT ഫേമാണ്. IT ഫേമിൽ ഏറ്റവും മെയിൻ സാലറി എക്സ്പോഷർ കൂടുതലാണ്. സോ അഗൈൻ നമ്മളൊരു ഇതേപോലൊരു ടീം ബിൽഡ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ കുറഞ്ഞൊരു കാലഘട്ടത്തിന്റെ ഇതൊന്ന് ഈ ഭയങ്കര സാലറി വന്നു, മാസം 1-2 ലക്ഷം രൂപ കയ്യിൽ കിട്ടി, എന്തായി എങ്ങനെയാണ് ഇത് ചെയ്ത് ചെലവാക്കി തീർക്കണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഈ ടോർച്ചിന് മുമ്പിൽ തവള പെട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരത്തിൽ കണ്ണാണാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് കേരളം. പക്ഷെ കുറച്ച് നാളെ തായ്ലാൻഡിൽ പോയിട്ട് ബാങ്കോക്കിലുള്ള കൾച്ചറും അവരൊന്ന് പഠിച്ചു കഴിയുമ്പോൾ ഇതെങ്ങനെ വീണ്ടും റീസെറ്റിൽ ചെയ്യുന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പണത്തിന്റെ ഈ ഒരു പണം നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഭീകരതയിൽ നിന്ന് മനുഷ്യബന്ധങ്ങളിലേക്ക് തിരിച്ചു വരാതെ നിവൃത്തിയില്ല. എത്ര സമയമുണ്ട്? ഒരു 5 കൊല്ലത്തിനുള്ളിൽ വീണ്ടും ഇതിനേക്കാളൊക്കെ വലുത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും ഒക്കെയാണ് എന്ന രീതിയിലേക്ക്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുള്ള പത്രപ്രവർത്തകർ TV ചാനൽ വന്നതോടെ കുറെ ചെറുപ്പക്കാർ അതിലേക്ക് ചെന്നു. ആ ചെറുപ്പക്കാരെ മടുത്തിട്ട് അതിൽ നിർത്തി അവര് വളരെ അട്ടപ്പാടിയുടെ ഉള്ളിലൊക്കെ പോയിട്ട് കുറച്ച് ഏക്കറുകൾ വാങ്ങി കൃഷി ചെയ്ത് ജീവിക്കാൻ ചെറുപ്പക്കാരെ പത്രപ്രവർത്തകരെ. തായ്ലാൻഡിൽ എല്ലാ ക്യാമ്പിൽ കൂടിയിട്ടുള്ള പലരും മടുത്തു, കാശ് ഉണ്ടാക്കി കാശ് കൃഷി ചെയ്ത് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഈ ഒരു സമയം ഭ്രാന്ത് പിടിച്ച ഒരു ഓട്ടത്തിന്റെ സമയമാണ് കേരളത്തിൽ.
പിന്നെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഗൾഫിൽ നിന്നാണ് തിരിച്ചു വരിക, അവിടെ നിന്ന് വേണ്ടി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലുത് നമ്മളുണ്ടാക്കുന്ന സ്നേഹബന്ധമാണ് എന്നൊരു ഭാഗത്ത് തന്നെ വരും. പക്ഷെ ഇപ്പോൾ സ്നേഹബന്ധങ്ങളൊക്കെ മറികടന്ന് കത്തിക്കൂത്തുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുത്തുന്നില്ല. എൻ്റെ വൈഫിന് എക്സ്പീരിയൻസ് ഉണ്ട്. പാലം വന്നതോടെ 3000 രൂപ വില ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന് 3 ലക്ഷമായി. 10 സെന്റില് 7 സെന്റില് 3 സെന്റിൽ താമസിക്കുന്ന 3 ചേട്ടനിയന്മാർ തമ്മിൽ മുസ്ലിം. ഒരു ചേട്ടൻ നേരത്തെ തന്നെ മാറി താമസിച്ചാണ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു, എനിക്ക് എന്റെ ഷെയർ കിട്ടണോടാ. 1 സെന്റിന് 3 ലക്ഷം, 3 സെന്റിന് 9 ലക്ഷം. അല്ല ചേട്ടനൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയതല്ലേ. എടാ അത് പണ്ട് അന്ന് 3000 രൂപ അത് പോട്ടേന്ന് വെക്കാം. 3 ലക്ഷം രൂപ പോട്ടേന്ന് വെക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണ ചേട്ടാ, ഞാൻ മീൻപിടുത്തക്കാരനാണ്. എങ്ങനെയാണ് 3 ലക്ഷം രൂപ ചേട്ടനും 3 ലക്ഷം രൂപ മറ്റേ ചേട്ടനും തന്നിട്ട് എനിക്ക് ഈ സ്ഥലം എടുക്കും? ഒരു കാര്യം നമുക്ക് എല്ലാവരും കൂടെ വെക്കാം, എന്നിട്ട് വേറെ ആരെങ്കിലും താമസിക്കാം. അങ്ങനെ 3 പേരും കൂടെ 3 സെന്റ് വിറ്റ് എവിടെ പോയാ പിന്നെ അവർക്ക് തലയായിക്കാൻ സ്ഥലം കിട്ടും? ഈ ഡെവലപ്മെന്റ് ഷോക്കില് മനുഷ്യര് ചിതറിക്കപ്പെടുന്നത്. പിന്നെ ഞങ്ങളുടെ വൈകുന്നേരക്കാരല്ലേ 10 പൈസ കയ്യിൽ വന്ന ബിവറേജ് അപ്പുറം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു സമയം വലിയൊരു ക്രൈസിസിന്റെ ഈ എന്റർപ്രൈനർ ആവാനൊന്നും പറ്റാത്ത സാധാരണക്കാരുടെ ഗതികേടിന്റെ ഒരു സമയമാണ് ഡെവലപ്മെന്റ് വരുന്ന ഓരോ പ്രദേശം. അപ്പൊ അതിനൊക്കെ ഇടയിൽ ഈ പറഞ്ഞ സ്നേഹം കൊടുത്ത് കൂട്ടിപ്പിടിച്ചൊക്കെ പോകുക വേറെ എപ്പോഴും ഞാൻ കാണാം. കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് അത് പറഞ്ഞു. We started with where those ഞാൻ പറയാം. Yeah, we'll do one thing. Actually, the main speaker, Shafi Mathur is here. So we'll do the question and answer, at the end of the session to continue. Okay. So hopefully yeah. invite
aspiring entrepreneur. And when I went through his profile, I was like, I didn't know exactly what to talk about him. There was a lot of information given about him in Google, everywhere. So I'll just give a brief of the introduction. Okay, so today, the first event of Startup Saturday, we are in fact honored to have him on as a chief guest for the event. To start with, he was a young entrepreneur who actually brought a family-run real estate business to the forefront, and he came out very successful. But this is not the actual him. So later he left his lucrative career to become to take up a path of social entrepreneurship, where he introduced a 1298 ambulance service, which I think all of you know. He also co-founded Moksha Yug Access, a microfinance institute that operates in rural India. He is also part of the education initiative, which is related to kind of e-learning, creating schools in India. Apart from all this, he's also a lawyer. He stands for transparency in governance, human rights, civil rights, public interest litigation. He also has plans and ideas to kind of eliminate corruption in public service and eliminate the issues of corruption in the country. He also had everybody can see his TED video where he talks about this kind of issue of corruption and what he plans to do. And later, and latest edition kind of the thing in his profile will be that he's also the economic advisor to the Chief Minister of Kerala. And coming to the last part of it, maybe I should say he had a lot of achievements. He was recognized by, in India and outside. He has bagged a lot of awards like entrepreneurship award, leadership awards, and awards for the services to the society. So I think he's the apt person to inaugurate our event, and we're really happy as a coordinating team to have him with us. Initially, we are having kind of a planting a sapling in the Startup Village garden. So that is, I think, the first. Yeah. Can we just do that after that so that this everyone doesn't get unsettled? Yeah, sure. Can you give me a profile of this group? I mean, somebody can tell me what's... Right, we are all entrepreneurs or Aspiring entrepreneurs. Okay. How many of you are currently students? How much time do I have? 30 minutes. Which background do you want me to speak on? I wear 3 hats. One is from the policy front, which is representing Government of Kerala and what Government of Kerala is doing and can do. Second is about my entrepreneurial pursuits, challenges, failures, successes. And third is as a lawyer, we're battling corruption. I don't know what, you know. mostly Okay, so let me just give you a brief history, brief background of how, what I have done and what I believe are critical success factors in moving ahead in an enterprise. As the young lady, apologies, I don't, Pradiksha introduced, I was born into a business family in construction. Primarily construction, that is third-party contracting. My family used to do work for Government of Kerala, steel plants, fabrication, a little bit of work for ISRO, etc., etc. Towards the 70s, my grandfather and father were finding it very difficult to take on the contract work because it had actually become a percentage business. If you do a contract, this is a certain percentage that had to be set aside to be divided to the people overseeing the contract. So they had kind of tapered it off and brought it down towards mid-80s. In early 90s, my brother and I came back after our studies. We started
with building apartments. By which time my father had done a joint venture with the then leader in South India called Southern Investments. At one point in time, they were the #1 apartment builder in South India. After we came, my brother and I worked to create. Our objective was about bringing in a lifestyle into the apartment. We saw our job not as constructing buildings, but creating an environment which people aspire to move into. And I believe, over the 5-6 years, we did become successful. The brand became aspirational. We restricted ourselves primarily to residential, but I did undertake a small shopping mall project behind St. Teresa's College. With your age profile, you may not remember it. It was by the name Esplanade. But at that point in time, it was around 70,000 square feet where we had brought in all the individual brands, the Louis Philippe, Ado, Allen Solly, Nike, Reebok, etc. through their franchise stores there.